ഹായ് മൈ ഡിയർ ചിൽഡ്രൻ, എല്ലാവർക്കും പടം വരയ്ക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് എങ്ങനെ നേച്ചറിൻ്റെ പിക്ചർ വരയ്ക്കാമെന്ന് നോക്കാം. പടം വരയ്ക്കാൻ പറയുമ്പോൾ തന്നെ എല്ലാ കുട്ടികളെയും വരയ്ക്കുന്നൊരു പടമുണ്ട്. 2 മല, പുഴ, ചെടികൾ, മരം, അല്ലേ, സൂര്യൻ, ഇതൊക്കെ തന്നെയാണ് വരയ്ക്കാറ്. അപ്പോൾ മലയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ നമ്മുടെ ആദ്യത്തെ വര. അപ്പോൾ എല്ലാവർക്കും മല വരയ്ക്കാൻ അറിയാമായിരിക്കും അല്ലേ? ട്രയാങ്കിൾ ഷേപ്പിലൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് ഒന്ന് ഒഴുകി കിടക്കുന്നൊരു മല, 2 മലകളാണ് ഞാൻ വരച്ചിരിക്കുന്നത്. തൊട്ടുപുറകിലായി അല്പം കൂടി ഉയരത്തിൽ ഒരു വലിയ മലയെന്നോ അല്ലെങ്കിൽ ചെറിയ മലയെന്നോ പറയാം അല്ലേ, അങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇതിന് മലയുടെ പുറകിൽ നിന്നും ഒഴുകി വരുന്ന ഒരു അരുവിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനടുത്ത് മരങ്ങളും ഒക്കെ നമുക്ക് വരക്കാം. ആർട്ട് ലൈൻ്റെ പെൻസിലാണ് ഞാൻ വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ HB, 2B, 4B, 6B, അതുപോലെ 8B, 10B അത്രയും ഡാർക്ക്നെസ് കൂടി വരുന്ന കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാനും ഡാർക്കാക്കി വരയ്ക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ഔട്ട്ലൈൻ ക്ലിയർ ആവാത്തത് കൊണ്ട് നമ്മുടെ 6B എടുത്തിട്ട് ഒന്നുകൂടി അതിന് മുകളിൽ ഞാൻ ഡാർക്കാക്കി വരയ്ക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഔട്ട്ലൈൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് മലയ്ക്ക് ഷെയ്ഡ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. പെൻസിലിൻ്റെ അറ്റത്തായിട്ട് വിരലുകൾ പിടിച്ച ശേഷം ഒരു ചരിഞ്ഞ രീതിയിലാണ് നമ്മളതിന് ഷെയ്ഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നന്നായി ഷെയ്ഡ് ചെയ്യാൻ സാധിക്കൂ. അരികത്തെ ഭാഗത്തുനിന്ന് ഷെയ്ഡ് ചെയ്ത ശേഷം ഞാൻ ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത പോർഷൻസ് പിക്ചറിലേക്ക് ബ്ലെൻഡ് ചെയ്ത് ചേർക്കുന്നു. എത്ര സമയം എടുത്താണോ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത് അത്രയും പിക്ചർ നല്ല സ്മൂത്തായിട്ട് നല്ല ഒരു പെർഫെക്ഷനോട് കൂടി വരുന്നതാണ് ഷെയ്ഡിങ്.
മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ വിചാരിക്കും സൂര്യനെ വരയ്ക്കാനാണെന്ന്. എന്നാൽ ഞാൻ സൂര്യനെ വരയ്ക്കുന്നില്ല, പകരം മേഘങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഷെയ്ഡ് ചെയ്ത് ഒരു ചെറിയൊരു മേഘത്തിൻ്റെ ഒരു ആവരണമാണ് ഞാൻ അവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്പം വ്യത്യസ്തമായിക്കോട്ടെ. എപ്പോഴും സൂര്യനല്ലേ വരയ്ക്കാറ് എല്ലാവരും. കുറച്ച് അതിഥികൾ കൂടി ഉണ്ട് കേട്ടോ ഇവിടെ വരയ്ക്കാൻ. മറ്റാരുമല്ല, അല്പം പക്ഷികളായിക്കോട്ടെ. ദൂരേക്ക് പറന്നു പോകുന്ന പക്ഷികളായിട്ടോ, അല്ലെങ്കിൽ ദൂരെ നിന്നും അടുത്തേക്ക് സന്ധ്യാസമയമാകുമ്പോൾ ചേക്കേറാൻ വരുന്ന പക്ഷികളായിട്ടോ ഇതിനെ നമുക്ക് കാണാം. എന്താ, ഇഷ്ടമായോ എല്ലാവർക്കും പിക്ചർ? എങ്ങനെയുണ്ട് ബ്യൂട്ടി ഓഫ് നേച്ചർ? എല്ലാവർക്കും ഇഷ്ടമായോ? വളരെ സിമ്പിളായിട്ടാണ് ഞാനത് വരച്ചിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നോക്കി വരക്കാനായിട്ട് സാധിക്കത്തക്ക രീതിയിലാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യില്ലേ, സബ്സ്ക്രൈബും ഒപ്പം തന്നെ ഓൾ ബട്ടണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന മറ്റു വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഇനിയും നല്ല നല്ല ചിത്രങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.